നമസ്കാരം. മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വരും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നാണ് ഒരു ചെറിയ വിഭാഗം അന്തം കമ്മികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഈ പ്രതീക്ഷ നൽകുന്നത് എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ്. ഇപ്പോഴേ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ല എന്നൊക്കെ തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു അത് തിരുത്തി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തം കമ്മികൾക്ക് അപകടം മണക്കും. അവർ ചിലപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ചു പോകും. ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വരും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ. സ്വതവേ ബുദ്ധിയില്ലാത്തത് കൊണ്ടും തലച്ചോറ് ക്ലാവ് പിടിച്ചതുകൊണ്ടും ഈ അന്തം കമ്മികൾ അത് വിശ്വസിച്ച് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളും പ്രചരണങ്ങളും ഒക്കെ നടത്തുകയാണ് മൂന്നാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന്. എന്തായാലും പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിയാനെ സമൂഹത്തിൽ നിന്നും ഈ ഒരു മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും കണ്ടില്ല. രാജ്യത്ത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. 33 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. അവിടെ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ഖ്യാതിയുള്ള പിണറായി വിജയൻ പോയി ഒരു ദിവസം പോലും പേരിനൊരു പ്രചാരണം നടത്തിയില്ല എന്നുള്ളതാണ് വിരോധാഭാസം. കാരണം അദ്ദേഹത്തിനറിയാം പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ 33 കൊല്ലം ബംഗാൾ ഭരിച്ച് മുടിച്ച CPM, അവരുടെ ക്രൂരതകൾ നേരിടേണ്ടി വന്ന സാധാരണക്കാർ, തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയ അണികൾ, അവരൊക്കെ ചിലപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ള ഒരു ഭയം പിണറായി വിജയൻ ഉണ്ടാകും. അവിടെ ഇതുപോലെ ഗൺമോനെയും ഒന്ന് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഗൺമോനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും അടി അവിടെ നിന്ന് ബംഗാളികൾ നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ട് അതൊന്നും അവിടെ സാധ്യമാകില്ല. അവിടെ പിന്നെ DYFIയോ SFIയോ എന്നും വെല്ലുവിളിക്കാനോ അടിക്കാനോ ഒന്നും ഇവരെയൊന്നും കപ്പലിൽ കയറ്റിയോ ലോറിയിൽ കയറ്റിയോ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ CPMൻ്റെ ഒരു നേതാവിന് കിട്ടുന്ന ഒരു സുരക്ഷ മാത്രമാണുള്ളത്. BJP സ്ഥാനാർത്ഥിയെ വരെ ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രമേലാണ് അവിടെ തൃണമൂലിൻ്റെ ഒരു ആധിപത്യം. അതുകൊണ്ട് തന്നെ പിണറായി പോയി കഴിഞ്ഞാൽ, താൻ പോയാൽ തടി കേടാകും എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ പോകാത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയനെ പൊതുവേദികളിലൊന്നും കാണാനില്ല. ഇടയ്ക്ക് പൈൽസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എവിടെയോ പോയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നീട് മാധ്യമങ്ങളിലെ വാർത്തകളിലൂടെ അറിയുന്നത് തിമിര ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലേക്ക് പോയി എന്നുള്ളതാണ്. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് തിമിര ശസ്ത്രക്രിയയ്ക്ക് പോകണമെങ്കിൽ അത് തമിഴ്നാട്ടിലാകണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ അവിടെ തിമിര ശസ്ത്രക്രിയയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ വിചാരിക്കും, എന്താണ് പിണറായി വിജയൻ ഇവിടെ വന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തിമിര ശസ്ത്രക്രിയയ്ക്കായി തമിഴ്നാട്ടിൽ വന്നത് എന്ന് അന്വേഷിച്ചാൽ അവർക്ക് മനസ്സിലാകും കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. ഇവിടെ ഇനിയൊന്നും ശരിയാക്കാൻ ഒന്നുമില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ ആരോഗ്യരംഗം പൊതുവെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിലെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനായി തമിഴ്നാട്ടിലേക്ക് തിമിര ശസ്ത്രക്രിയയ്ക്ക് വന്നതാണെന്ന് വേണമെങ്കിൽ അവർ വിചാരിച്ചുകൊള്ളുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പോയത്. എന്തായാലും പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പൊതുവേദികളിലൊന്നും കാണാറില്ല. എവിടെയാണെന്ന് അറിയില്ല. മകനൊക്കെ ക്ഷേത്രങ്ങളും വഴിപാടുകളും പൂജയുമായി ഒക്കെ നടക്കുകയാണ്. എന്തായാലും അച്ഛൻ അധികാരത്തിൽ വരണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കില്ല എന്നുറപ്പാണ്. കാരണം അച്ഛൻ അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം ബുദ്ധിമാനായ ഒരു സാമാന്യ ബുദ്ധിയുള്ള വിവേകരൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അദ്ദേഹത്തിന് അച്ഛൻ എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കൊന്നും സംഭവിക്കില്ല, അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം ഇതുപോലെ വിവേകരനൊക്കെ ക്ഷേത്രങ്ങളിൽ വന്നത്. സ്വാഭാവികമായും നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയമുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ അധികാരം എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളത് പിണറായി വിജയൻ നമുക്ക് കാണിച്ചു തന്നതാണ്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ധൂർത്തനായ, ഇത്രയധികം ആഡംബരപ്രിയനായ മറ്റൊരു മുഖ്യമന്ത്രി, ഒരു ഭരണകർത്താവ് ഉണ്ടായിട്ടില്ല. അവിടെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷങ്ങൾ അധികാരത്തെ എങ്ങനെ വിനിയോഗിക്കാം, എങ്ങനെ നമുക്കും കുടുംബാംഗങ്ങൾക്കും ഉല്ലസിക്കാം എന്നൊക്കെ കാണിച്ചു തന്നത്. ഇതിനിടയിൽ എന്തായാലും അധികാരം പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അന്തങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ളൊരു ചർച്ചയൊക്കെ സജീവമാക്കുന്നുണ്ട്. അവിടെ P. രാജീവിൻ്റെയൊക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, KN ബാലഗോപാലിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, M. സ്വരാജിനെ പാർട്ടി സെക്രട്ടറി ആകണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചകളാണ്. അപ്പോഴും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത ആരും കാണുന്നില്ല. അദ്ദേഹം ഒരു MLA ആയി വന്നിരിക്കാനും സാധ്യതയില്ല. കാരണം ഒരുപക്ഷെ ഇനി KK രമയെങ്ങാനും സ്പീക്കറായി കഴിഞ്ഞാൽ
അവരെ മേഡം എന്ന് വിളിക്കേണ്ടി വരും. ഒരു പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ ഒരു MLA-ക്ക് ചോദ്യം ചോദിക്കാതെ ചുരുണ്ട് കൂടി ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ലല്ലോ. ഈ വരുന്ന 5 വർഷങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഒരുപക്ഷെ എന്തായാലും വടകരയിൽ KK രമ ജയിക്കുമെന്ന് ഉറപ്പാണ്. ഇനി അങ്ങനെ വന്നാൽ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ കർമ്മഫലം എന്നുള്ള ഒന്നുണ്ട്. അത് എന്തായാലും നമ്മൾ അനുഭവിച്ചേ മതിയാകും. ആ കർമ്മഫലത്തിൻ്റെ ഫലമായി KK രമ ഇനി സ്പീക്കറായിട്ടെങ്ങാനും വന്നാൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തെ കിടുകിടെ വിറപ്പിച്ച, നിയമസഭയെ കിടുകിടെ വിറപ്പിച്ച പിണറായി വിജയന് ഒരിക്കലും ഒരു MLA ആയി അവിടെ വന്നിരിക്കാൻ സാധ്യമല്ല. ഇനി ഒരു പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നിരുന്നാലോ, ഒരു ക്യാബിനറ്റ് റാങ്ക് എന്തായാലും പ്രതിപക്ഷ നേതാവിനുണ്ട്. ഔദ്യോഗിക വാഹനവും ഗൺമാനും അതുപോലെ ഔദ്യോഗിക വസതിയും ഒക്കെയുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം വന്നിരിക്കാം. ഇനി വരില്ല എന്നുള്ള ചർച്ചകളാണ് സജീവമായിട്ട് നടക്കുന്നത്. പിണറായി വിജയനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് മറ്റുള്ള ആരെങ്കിലുമൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. P. രാജീവൊക്കെ വരണമെങ്കിൽ അദ്ദേഹം ജയിച്ചു വരണം. P. രാജീവൊക്കെ ജയിക്കാനുള്ള സാധ്യത തുലവും കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ MLA ആയി പിണറായി വിജയൻ അവിടെ വന്നിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുൻപ് DNA ന്യൂസിന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട, ബലിയാടാക്കപ്പെട്ട സ്വപ്ന സുരേഷ് ഒരു അഭിമുഖം തന്നിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ആ ബാംഗ്ലൂരിൽ വെച്ചുള്ള അഭിമുഖം പുറത്തുവിട്ടതിനു ശേഷമാണ് DNA ന്യൂസിൻ്റെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്ത് സൈബർ പോലീസ് സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. അന്ന് സ്വകാര്യമായി ഈ സ്വപ്ന സുരേഷിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ എന്തു ചെയ്യുമെന്ന്. അപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞ മറുപടി, പിണറായി വിജയൻ 150 കോടിയോളം രൂപ അമേരിക്കയിലെ സോഫ്റ്റ്വെയർ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ അവരൊരിക്കലും ഒരു വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അറിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവർ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇവിടെ നമ്മളും കരുതേണ്ടത് അത് തന്നെയാണ്. പിണറായി വിജയൻ ഒരിക്കലും അധികാരമില്ലാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മെയ് 4 കഴിയുന്നതോടുകൂടി അധികാരം നഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രയാണെന്ന് വെച്ചാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ മറ്റൊരാൾ പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മറ്റൊരാളും കുടുംബവും ജീവിക്കുന്നു, താൻ വെറും ധർമ്മടം MLA ആയി, അതും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിന് വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരിക്കലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2018 മറ്റോ അദ്ദേഹം വിദേശ ചികിത്സയ്ക്കായി മയോ ക്ലിനിക്കിലേക്ക് പോയിരുന്നു. അന്ന് പുറത്തു പറയാൻ പറ്റാത്ത അസുഖമാണെന്നാണ് പറഞ്ഞു കേട്ടത്. അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പറഞ്ഞത് ഇനി ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോകണമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കും കോവിഡ് വന്നു. ഒരു പരിശോധനയ്ക്കും പിണറായി വിജയൻ പോയില്ല. പിന്നീട് ഇന്ന് വരെ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയതായി നമ്മൾ ആരും കേട്ടിട്ടുമില്ല. അവിടുത്തെ 13 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ്. മുഖ്യമന്ത്രി അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള 13 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ്. അവിടെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യം നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടത്. എന്തായാലും പിണറായി വിജയൻ ഇവിടെ അധികാരമില്ലാതെ നിൽക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞോ, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും, അവിടെ കുടിയേറും. യേശുദാസ് ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്നത് പോലെ അവിടെ ജീവിക്കും. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ കാഴ്ചകളെല്ലാം കാണും. അപ്പോൾ കുറച്ച് ദിവസം പിണറായി വിജയൻ്റെ പേരൊക്കെ ചർച്ചയാവുമെങ്കിലും പിന്നീട് ഇത് അങ്ങ് മറക്കും. കേരളത്തിലെ സമൂഹം അത് മറക്കും. അങ്ങനെയാണല്ലോ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു കൂട്ടിയ നെറുകേടുകളെല്ലാം സഹിച്ചിട്ടും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറച്ച് കിറ്റ് കിട്ടി അദ്ദേഹത്തിനെ വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് മറവി എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. പിണറായി വിജയനും വിസ്മരിക്കപ്പെടും. അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ നിന്ന് ഉണ്ടയിട്ട് നേരെ പമ്പ കടന്ന് അമേരിക്കയിലേക്ക് പോകും, അവിടെ ജീവിക്കും. കുറച്ച് കാലങ്ങൾ നമ്മൾ പിണറായി വിജയൻ്റെ പേര് ചർച്ച ചെയ്യും. അത് കഴിയുന്നതോടുകൂടി CPM എന്ന പാർട്ടിയും ഈ ചെങ്കൊടിയും എല്ലാം കേരളത്തിലും അപ്രത്യക്ഷമാകും.